സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേയോ ടച്ചോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം തന്നെ. നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെന്ന് നിങ്ങൾക്ക് മാറാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാറാം. ഓക്കെ, അപ്പോൾ എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഒന്നും ചെയ്യേണ്ട, നിങ്ങളുടെ മൊബൈൽ എടുത്തത് മൊബൈൽ കമ്പ്യൂട്ടർ നിങ്ങളൊരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയ ശേഷം അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ ആണോ വേണ്ടത് ആ ഒരു മൊബൈലിൻ്റെ മോഡൽ നിങ്ങളിവിടെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് ഓപ്പോ A37 എന്ന് പറഞ്ഞ ഒരു മോഡലാണ് എനിക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ ഓപ്പോ A37 എന്ന് പറയുന്ന മോഡലിൻ്റെ ഡിസ്പ്ലേ ആണ് ആവശ്യമായിട്ടുള്ളതെങ്കിൽ ആ സെർച്ച് ബാറിൽ നിങ്ങൾ ഓപ്പോ A37 നിങ്ങളുടെ ഏത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ ആണ് വേണ്ടത് ആ മൊബൈലിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡിസ്പ്ലേ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഓക്കെ, അവിടെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ മറ്റു കാര്യങ്ങളൊക്കെ കാണും. ഇവിടെ ഒരുപാട് സൈറ്റുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരുപാട് സൈറ്റുകൾ മറ്റു കാര്യങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്കിവിടെ മാക്സ് ബി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ടാവും. ആ ഒരു സൈറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, മാക്സ് ബി എന്ന് പറയുന്ന സൈറ്റ്. അതിലാണ് കുറച്ചും കൂടെയൊക്കെ ബെറ്റർ, കുറച്ചെങ്കിലും നമുക്ക് വിശ്വസിക്കാവുന്നതും അതുപോലെ തന്നെ ഏകദേശം നല്ലൊരു പ്രോഡക്റ്റൊക്കെ നമുക്ക് മാക്സ് ബി വഴി നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മാക്സ് ബി ആയിട്ടുള്ള സൈറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പറയുന്നത്. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ കാണും. വേണമെങ്കിൽ താഴോട്ട് പോയി നിങ്ങളെല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് ഇതിൻ്റെ വാറൻറ്റി സെക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾ നോക്കുക, വാറൻറ്റി സെക്ഷനൊക്കെ നോക്കുക. 10 ദിവസം ടെസ്റ്റിംഗ് വാറൻറ്റിയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുക. കാരണം തിരിച്ച് നമുക്ക് റീഫണ്ടും മറ്റു കാര്യങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിലേക്ക് ഇടവരുത്താതെ നിങ്ങളുടെ മൊബൈലിൻ്റെ മോഡൽ തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കളർ സെലക്ട് ചെയ്യാറുണ്ട്. റോസ് ആണോ ബ്ലാക്ക്, നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ കളർ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ബ്ലാക്കാണ് വേണ്ടതെങ്കിൽ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ബ്ലാക്കിലേക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഫെബ്രുവരി 23 നമുക്ക് ഡെലിവറി 2 ദിവസത്തിനകത്ത് വെച്ചൊക്കെ ഡെലിവറി ആവുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 3-4 ദിവസം പിടിക്കും നമുക്ക് ഈ ഒരു സാധനം നമ്മുടെ കയ്യിൽ എത്താൻ വേണ്ടി. അപ്പോൾ അത് 2 ദിവസം കൊണ്ട് കിട്ടിയില്ല എന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, 3-4 ദിവസം കൊണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഡിസ്പ്ലേ നമ്മൾ സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് താഴെ ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മുടെ ഒന്നുകിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നമുക്ക് കയറാം. ഇല്ലെന്നുണ്ടെങ്കിൽ താഴെ ഒരു ഇമെയിൽ ID എന്ന് പറയുന്നതുകൊണ്ട് ഇമെയിൽ ID ഉപയോഗിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കാണാം. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഇമെയിൽ ID ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഇമെയിൽ ID ആണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഡിസ്പ്ലേ വരേണ്ട അഡ്രസ്സ് ഇതെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എല്ലാം ടൈപ്പ് ചെയ്ത് കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല. നിങ്ങളെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഐറ്റംസിൻ്റെ പേരും അതുപോലെ തന്നെ ക്യാഷ് ബാക്ക് എത്രയാണെന്നുള്ളതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ക്യാഷ് ബാക്കൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ എനിക്ക് 48 രൂപ ക്യാഷ് ബാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഈ ഒരു ഐഡിയയിൽ വന്ന് കിടക്കും. നമുക്ക് അടുത്ത എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളിവിടെ ചെയ്യേണ്ടത് പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യുന്ന ശേഷം പ്ലേസ് ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പൈസ പേയ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചോ, UPI ഉപയോഗിച്ചോ, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചൊക്കെ നിങ്ങൾക്ക് പൈസ അടയ്ക്കാം. പൈസ ഓൺലൈനായിട്ട് അടയ്ക്കാം. ക്യാഷ് ഓൺ ഡെലിവറി ഇതിലില്ല എന്നുള്ളതാണ്. നമുക്ക് ആദ്യമേ പൈസ മുൻകൂട്ടി അടച്ചാൽ മാത്രമേ ഡെലിവറി ആവുകയുള്ളൂ. അപ്പോൾ പൈസ അടയ്ക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ബാക്കി നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എങ്ങനെയാണ് ഓൺലൈനിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചൊക്കെ നിങ്ങൾ പൈസ അടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൺഫർമേഷൻ മെസ്സേജ് നിങ്ങൾ ഇമെയിൽ ID വരും. മൊബൈൽ നമ്പറാണ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ മൊബൈൽ നമ്പറിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസുകളും മറ്റു കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതുവഴി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്പ്ലേ മറ്റു കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. അപ്പോൾ എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ഒന്നില്ലെന്നില്ല ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഓക്കെ, ശരി.